ഹലോ, എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ഇത്തിരി മീൻകറി കഴിക്കണമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ ഇന്നലെ ചെന്ന് മീൻ മേടിച്ചിട്ട് വന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് എടുത്ത് നോക്കിയപ്പോഴെല്ലാം ഐസായിരുന്നു. അതുകൊണ്ട് പിന്നെ കുറേ സമയം ഞാനതിനെ പുറത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഐസൊക്കെ മാറിയതിന് ശേഷം നന്നായിട്ട് മീനിനെ കഴുകി കഴുകി നന്നായിട്ട് മീനിനെ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം മീനിനെ ഞാനൊന്ന് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുത്തു. തേങ്ങ എടുത്തപ്പോഴോ തേങ്ങ ഫ്രീസറിലായിരുന്നു, കല്ല് പോലെ ആയിരിക്കുകയാണ്. സാരമില്ല, നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ പുളി, പിന്നെ ഈ കാണുന്നത് ഫിഷ് മസാലയാണ് കേട്ടോ. ഈ ഫിഷ് മസാല ഞാൻ ഇട്ടതുകൊണ്ട് ഞാൻ അങ്ങ് ഉലുവ ഒഴിവാക്കി. എങ്ങനെയാണെന്ന് അറിയത്തില്ല, എനിക്ക് ഉലുവ വേണ്ടാന്ന് തോന്നി, ഉലുവയെ ഒഴിവാക്കി. പിന്നെ മല്ലിപ്പൊടി തീർന്നു പോയി കേട്ടോ. അപ്പോൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക, ഉള്ളത് കൊണ്ട് ഓണം പോലെ. പിന്നെയാണ് ഓർത്ത് ഇച്ചിരി സവാളയുടെ പകുതി കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ വെജിറ്റബിൾ ബോക്സ്. എൻ്റെ വെജിറ്റബിൾ ബോക്സിൽ നിന്ന് ഒരു സവാളയുടെ പകുതി കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ട് ആ സവാള കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ സവാള, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കറിവേപ്പിലയും വെച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ. പിന്നെ ഇതാണ് എൻ്റെ പാന് കണ്ടിട്ട് നിങ്ങൾ ആരും ചിരിക്കരുത് ദയവ് ചെയ്ത്, കാരണം പാന് കുറച്ചൊക്കെ വളരെ പഴയ പാനാണ്. പാൻ എങ്ങനെയായിരുന്നാലും എന്താ, നമുക്ക് ഫുഡ് നന്നായിട്ട് ഉണ്ടാക്കി എടുത്താൽ പോരെ. ശരി, കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി തീർന്നതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് പൊട്ടിയതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മീൻകറിക്ക് നമുക്ക് നന്നായിട്ട് ബ്രൗൺ ആയിട്ട് ഉള്ളി വെന്ത് വരണമെന്നൊന്നുമില്ല. കുറച്ചിങ്ങനെ ഒരു ഹാഫ് കുക്ക് ആകുമ്പോൾ തന്നെ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ഉണ്ടല്ലോ, അത് ഈ സവാളയിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഇത് നമ്മളതിൻ്റെ അകത്ത് ഒഴിക്കുമ്പോൾ നമുക്ക് നോക്കാം, വെള്ളം ആവശ്യത്തിനുണ്ടോ, ഇത്രയും നമുക്ക് വേണോ വേണ്ടയോ, അതനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്യുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മീൻ ഇതിലോട്ട് ഉടനെ നമ്മൾ ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഈ മസാലയ്ക്ക് ഇതിൻ്റെ അരപ്പുണ്ടല്ലോ, നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ ഓരോന്നായിട്ട് മീൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം അങ്ങ് മീനൊക്കെ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ അടപ്പെടുത്ത് അടച്ച് വെച്ച് ഒരു 7-8 മിനിറ്റ് അങ്ങോട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഞാനിപ്പോൾ ചെയ്തതും. നന്നായിട്ട് എല്ലാ മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ അടപ്പെടുത്ത് അടച്ചു വെച്ചിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എപ്പോൾ വെന്ത് വരുമെന്ന്. കാരണം എനിക്ക് അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നത്. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഞാനിനി ചൂട് ചോറും മീൻകറിയായിട്ട് കഴിക്കാൻ പോവുകയാണ്. കാരണം എനിക്ക് അത്രയ്ക്ക് വിശപ്പാണ്. മീൻകറി വെക്കാൻ തുടങ്ങിയപ്പോഴേ വിശപ്പ് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂട് ചോറൊക്കെ ഞാനൊരു പാത്രത്തിൽ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം തലമീനാണ് കേട്ടോ. നിങ്ങൾക്കും തലമീൻ ഇഷ്ടമുണ്ടോ? എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ തല എടുത്ത് വെച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. കാരണം എനിക്ക് ചൂടോടെ ഫുഡ് കഴിച്ചാൽ ടേസ്റ്റ് മനസ്സിലാവത്തില്ല. നന്നായിട്ട് തണുത്തിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളൂ. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഫസ്റ്റ് പീസ് എടുത്ത് ഞാനൊന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, പൊളി. അപ്പോൾ ഞാൻ എൻ്റെ ഫുഡ് കഴിക്കട്ടെ. ബൈ ബൈ, അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ.